ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പനേരത്തേക്കുള്ള ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി 24:1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 24:1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ രക്ഷൻ്റെ കയ്യൊപ്പിൻ്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ ദ സൈൻ ഓഫ് ദ റെഡീമർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ വേദഭാഗം പ്രതിപാദിക്കുന്നത്. വിശുദ്ധ മത്തായി 24-ാം അധ്യായത്തിൽ അന്ത്യനാളുകളെക്കുറിച്ചുള്ള യേശുവിൻ്റെ മനോഹരമായ വ്യാഖ്യാനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുമെന്നും അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും കുറിച്ചുള്ള മനുഷ്യരുടെ ആശങ്കയെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്ത് സംഭവിച്ചാലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയില്ല. നൽകിയിരിക്കുന്ന വേദഭാഗം 3 മേഖലകളിൽ അന്ത്യനാളുകളെക്കുറിച്ചുള്ള കൈകാര്യം എങ്ങനെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നാമതായി, നിർദ്ദിഷ്ട സമയത്തിനായി തയ്യാറാകരുത്, പകരം എല്ലായ്പ്പോഴും തയ്യാറായിരിക്കുക. ഡോണ്ട് പ്രിപ്പയർ ഫോർ എ സ്പെസിഫിക് ടൈം, ഇൻസ്റ്റെഡ് ഓൾവേസ് ബി റെഡി. രണ്ടാമതായി നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് പീഡനം അനിവാര്യമാണ്. പീഡനത്തിൽ നിന്നുള്ള രക്ഷ വ്യക്തിപരമായ രക്ഷപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് വിശ്വാസം ഉപേക്ഷിക്കാത്ത പരീക്ഷണങ്ങളുടെ സഹിഷ്ണുതയാണ്. പെർസിക്യൂഷൻ ഈസ് ഇൻവൈറ്റബിൾ ആൻഡ് സാൽവേഷൻ പെർസിക്യൂഷൻ ഈസ് നോട്ട് എ മാറ്റർ ഓഫ് പേഴ്സണൽ എസ്കേപ്പ് ബട്ട് ഓഫ് എൻഡ്യൂറിങ് ട്രയൽസ് വിത്തൗട്ട് അബണ്ടന്റ് ഫെയ്ത്ത്. മൂന്നാമതായി, വ്യാജ മിശിഹമാർ അത്ഭുതങ്ങളാൽ ആഘോഷങ്ങൾ നടത്തുമ്പോൾ യഥാർത്ഥ മിശിഹ അഗ്നി പരീക്ഷണങ്ങളുടെ തൻ്റെ ജനത്തെ നിശബ്ദമായി പുതുക്കുന്നു. വൈൽ false messiahs celebrate with miracles, the true Messiah quietly renews his people through fairy tales. യഹൂദന്മാർ അവരുടെ ദേവാലയത്തിൻ്റെ ഘടനയിൽ അഭിമാനിക്കുകയും അലങ്കരിക്കുകയും ചെയ്തു. AD 70 ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ പൊള്ളയായ ആത്മീയതയുടെ അധപതനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം തകർത്ത പീഡനം യേശുവിൻ്റെ വചന കാലഘട്ടത്തിൻ്റെ അടയാളം കൂടെയാണ്. ഒരു തരത്തിൽ യേശുവിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഈ പ്രവൃത്തി. യേശുവിൻ്റെ പ്രവചന കാലഘട്ടത്തിൻ്റെ അടയാളം ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നല്ലതായാലും ചീത്തയായാലും കാലഘട്ടത്തിൻ്റെ അടയാളത്തിന് പുറം തിരിഞ്ഞു നിൽക്കരുത്, മറിച്ച് പ്രസക്തമായ ഒരു ക്രിസ്തീയ ജീവിതത്തിനായി ഈ അടയാളങ്ങളെ നമുക്ക് ഗൗരവമായി എടുക്കാം. കഷ്ടപ്പാടുകളും സഹനങ്ങളും സഹയാത്രിക്കാരാണ്. പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് യോഗ്യം. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ തിരിച്ചറിയുന്ന ജ്ഞാനം ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുക. വിട്ടുവീഴ്ചയ്ക്കായി വഴങ്ങാതെ ഉറപ്പോടെ നിലകൊള്ളുന്ന ജ്ഞാനത്തെയും കണ്ടെത്തുക. അഥവാ ദൈവത്തോടുള്ള വിശ്വസ്തത നീട്ടുന്ന ഉറപ്പുള്ള ജ്ഞാനത്തെ നാം സ്വയം കണ്ടെത്തുക. എന്നിവ ജ്ഞാനങ്ങളെ കണ്ടെത്തലിലൂടെ നാം ദൈവ ആലയത്തെ സ്വന്തം ഹൃദയത്തിൽ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ സ്ഥാപിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു.